പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദാനമായി തന്ന ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ഈ പ്രതികൂലത്തിലേക്ക് കടന്നു പോകുന്ന ജനങ്ങൾക്ക് ഒരു ആശ്വാസമായി ഹലോ ഹോപ്പ് എന്ന മീഡിയ സഹോദരിമാരായ നമുക്ക് വചനം കേൾക്കുവാനും പങ്കിടുവാനും തന്ന അവസരത്തെ ഓർത്ത് കർത്താവിനെ മഹത്വം കരയറ്റുന്നു. അതിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ചെറിയാൻ മാത്യു, ബ്രദർ രാജീവ്, അവർക്ക് ലഭിച്ച അവസരങ്ങൾ കർത്താവിന്റെ രാജ്യത്തിന്റെ മുതൽക്കൂട്ടായി കർത്താവ് അവരെ ഉപയോഗിക്കുന്ന ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേക ഈ ഒരു കൊച്ചു ഐലൻഡിൽ നമുക്ക് സ്വതന്ത്രമായി ആരാധിപ്പാൻ കർത്താവ് തന്ന അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് അനുവദിച്ചു തന്ന ഈ അവസരം നമുക്ക് കർത്താവിനെ മഹത്വം കരയറ്റുവാനും കർത്താവ് തന്ന നല്ല സമയങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇവിടുത്തെ ഭരണാധികാരികളെയും ഗവൺമെന്റിനെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുപോലെ ഇവിടുത്തെ സഭകള്, അതോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസന്മാർ, അതോടൊപ്പം സഹോദരിമാരുടെ മീറ്റിംഗും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അതിന് ഇടിവിൽ നിൽപ്പാനും കർത്താവ് ഓരോരുത്തരെയും ഓരോ സഭയിലെ അംഗങ്ങളെയും കർത്താവ് ബലപ്പെടുത്തുന്ന ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഉത്സാഹത്തോടെ കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിന്റെ ദാസിമാരെയും വിശ്വാസികളെയും ദൈവം ബലപ്പെടുത്തുന്ന ഓർത്ത് കർത്താവിന് മഹത്വം കരയറ്റുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ആമുഖമായി 2 വാക്കു പറയുവാൻ കർത്താവ് തന്ന അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. സർവകൃപാലുവായ ദൈവം അനുവദിച്ചതോർത്ത് ദൈവത്തെ മഹത്വം കരയറ്റുന്നു. മനുഷ്യ ജീവിതം സമ്മിശ്രിതമാണ്. സന്തോഷവും അതോടൊപ്പം തന്നെ ദുഃഖവും തരുന്നതാണ്. സന്തോഷത്തിന്റെ സമയത്ത്, സന്തോഷത്തിന്റെ വേളയിൽ നമുക്ക് നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ചർച്ചക്കാർ, നമ്മുടെ കൂട്ടുകാർ എല്ലാവരും ഉണ്ടാകും. പക്ഷേ ഒരു ദുഃഖ സമയത്ത്, സമാധാനമില്ലാത്ത സമയത്ത് നമുക്ക് നമ്മളെ താങ്ങുവാനും കൈത്താങ്ങൽ തരുവാനും ആരുമില്ലാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ആ സമയത്താണ് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുള്ളത്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കഷ്ടങ്ങളിലാണ് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുള്ളത്. സന്തോഷത്തിന്റെ സമയത്ത് നമ്മൾ കർത്താവിന്റെ കൂടെയാണെങ്കിൽ കഷ്ടകാലത്ത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. അവൻ നമ്മളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ഓരോ ദിവസവും ബലപ്പെടുത്തുന്ന. മനുഷ്യ ജീവിതത്തിൽ നമുക്ക് വരുന്ന എല്ലാ പ്രതികൂലങ്ങളും അത് തരണം ചെയ്യുവാനുള്ള ദൈവകൃപ ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകി തരുന്നു. നമുക്കൊരിക്കലും ആർക്കും ദുഃഖം ഉണ്ടാകണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. അതിൽ നിന്ന് ഓടിമറയാനാണ് മനുഷ്യനെല്ലാം ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ ഓടിമറഞ്ഞാൽ അതിൽ നമ്മൾ വിജയിക്കത്തില്ല. നമ്മളത് ഓവർകം ചെയ്താൽ മാത്രമേ നമുക്കൊരു ജീവിതം നയിക്കുവാൻ കഴിയുള്ളൂ. ഒരു ദൈവത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്താൽ സുരക്ഷിതരാണ് അത് നമ്മൾ മനസ്സിലാക്കി ദൈവവൈതലായി കർത്താവിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനം ആയിരിക്കും. പൗലോസ് പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. നമുക്ക് ജീവിതത്തിൽ സന്തോഷം നൽകുന്നത് കർത്താവിന്റെ സന്നിധി മാത്രമാണ്. ഈ COVID-19 നമ്മളെ പഠിപ്പിച്ചത് ലോക ബന്ധങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതലിനറിയാം, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങള്, നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങള്, പ്രയാസങ്ങൾ കടന്നു വരാം. പക്ഷേ അതിന് നമ്മളെ തകർക്കുവാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ളത് കർത്താവിന്റെ വചനവും കർത്താവിന്റെ ഓരോ കൃപയും നമുക്ക് രുചിച്ചറിയുവാൻ ഓരോ ദിവസവും നമ്മളെ ഇടയാക്കും. കൊറോണ വൈറസ് നമ്മുടെ ജഡത്തിനെ മാത്രമേ തൊടുവാൻ കഴിയുള്ളൂ. പക്ഷേ നമ്മുടെ ആത്മാവിനെ തൊടുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ നമ്മളെ തൊടുവാൻ കഴിയുകയില്ല. കാരണം നമ്മൾ ഓരോരുത്തരും ദൈവത്താൽ മുദ്രയിടപ്പെട്ട ജനമാണ്. തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ് നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു മാതൃകയുള്ള ജീവിതം നയിച്ചാൽ കർത്താവിന് മഹത്വമായി അത് ഇടയാകും. ഇന്നത്തെ ചിന്തയ്ക്കായി 1 പത്രോസ് 1:6, അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്കുള്ള നാനാ പരീക്ഷകൾ, നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകൾ, പലതരത്തിലുള്ള പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ജീവിതത്തിന്റെ പരീക്ഷകളിൽ നമ്മൾ പതറരുത്.
അല്പനേരത്തേക്കാണ് ആ പരീക്ഷകള്. കാരണം അല്പനേരം എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് പീരീഡ്. ആ ഷോർട്ട് പീരീഡിൽ നമ്മൾ ആരെയാണ് ആശ്രയിക്കുന്നത്? മനുഷ്യനെയാണോ ആശ്രയിക്കുന്നത്? ദൈവത്തെയാണോ ആശ്രയിക്കുന്നത്? അതാണ് നമ്മുടെ ലക്ഷ്യം. അല്പനേരത്തേക്ക് ദൈവസന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. കർത്താവിന്റെ ഏത് പ്രശ്നങ്ങൾ വന്നാലും കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ മുട്ടുമടക്കുകയാണെങ്കിൽ കർത്താവ് അതിന് പരിഹാരം തരും. തീർച്ചയായും നമ്മൾ മനുഷ്യരുടെ അടുത്താണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ ഏതെങ്കിലും വിഷയം വരുമ്പോൾ ഒരു മനുഷ്യനോട് പറയും, അവര് പറയും എനിക്കറിയത്തില്ല എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന്. ആ സഹോദരി അടുത്ത ആളോട് പറയും എന്ത് ചെയ്യുവാൻ കഴിയും, ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? പക്ഷേ ഇതിലൊന്നും പരിഹാരമില്ല. പരിഹാരം തരുവാൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ചെറിയ ഭാരങ്ങൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആരെയും ആശ്രയിക്കരുത്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ നമ്മൾ ആശ്രയം വെക്കുവാൻ, നമ്മൾ അതിനുവേണ്ടി കരുതുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കാം. പ്രത്യേകം ദുഃഖിച്ചിരിക്കേണ്ട അവസ്ഥ, അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ട അവസ്ഥ. ദുഃഖം എന്ന് പറയുന്നത്, ഈ പരീക്ഷ സഹിക്കുന്ന ഒരാൾക്ക് ദുഃഖമുണ്ടാവും. പക്ഷേ അതിനെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ, ദൈവിക വചനമാണ് നമ്മളെ ഓരോ ദിവസവും ബലപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാനാ പരീക്ഷകൾ, സാമ്പത്തികമായ ഞെരുക്കം, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പം, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം, അതെല്ലാം നമുക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അറിയാതെ പലതും ചിന്തിച്ചു പോകും. പക്ഷേ നമ്മൾ അത് കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ കർത്താവ് അതിന് അനുഗ്രഹിക്കപ്പെട്ട വഴികളെ കർത്താവ് തുറന്നു തരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. പലപ്പോഴും നമുക്ക് രോഗങ്ങൾ കടന്നു വരാം, നമുക്ക് അതികഠിനമായ വേദനകൾ കടന്നു വരാം. പക്ഷെ ആ സമയത്തും കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ജീവിത പടകിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ അമരക്കാരനായ കർത്താവ് നമ്മോട് കൂടെയുണ്ടെങ്കിൽ അത് മതി നമ്മുടെ ജീവിതം വിജയിക്കുവാൻ. പലപ്പോഴും കാറ്റിനാലും ഓളങ്ങളാലും നമ്മുടെ ജീവിതത്തിന്റെ പടക് ആഞ്ഞടിക്കുമ്പോൾ, ഈശാനമൂലൻ നമ്മുടെ പടക് ആഞ്ഞടിച്ച് തകർക്കുവാൻ നോക്കുമ്പോൾ കർത്താവ്, അമരക്കാരനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതിൽ ബലപ്പെട്ടാൽ കർത്താവ് നമ്മളെ അവസാനം വരെയും കർത്താവ് നടത്തുവാൻ ശക്തനാണ്. അത് പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുക. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. പരീക്ഷ സഹിക്കാതെ നമുക്ക് ആ ഭാഗ്യ പദവി ലഭിക്കാൻ കഴിയയില്ല. കർത്താവ് പറയുന്ന അവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. നമുക്ക് വാഗ്ദത്തം ചെയ്തത് ജീവകിരീടമാണ്. അത് പ്രാപിക്കണമെങ്കിൽ പരീക്ഷ സഹിച്ചേ മതിയാവോ. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷകളുണ്ട്. പക്ഷെ അവർക്ക് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഭയമാണ് തോന്നുന്നത്. പക്ഷെ അതിൽ ജയിച്ചാൽ മാത്രമേ അവർ അടുത്ത ക്ലാസ്സിലോട്ട് കടന്നു പോവുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉന്നതിയിൽ എത്തണമെങ്കിൽ നമ്മൾ ഈ പരീക്ഷകൾ സഹിച്ചേ മതിയാവോ. അതാണ് നാനാ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ വിജയിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യുവാൻ കർത്താവ് തരുന്നത് ആ വചനവും കർത്താവ് തരുന്ന ധൈര്യവുമാണ്. അതിൽ നമ്മൾ ആശ്രയിച്ചാൽ നമുക്ക് ലഭിക്കേണ്ടത് ജീവകിരീടം പ്രാപിക്കുവാൻ കഴിയും. പരീക്ഷ ജീവിതത്തിൽ വരുന്നത് ഉന്നതികളിൽ എത്താനുള്ള മാർഗമാണ്. നമ്മുടെ ഗോൾ എന്നായിരിക്കണം? നിത്യതയായിരിക്കണം. നമ്മുടെ ഗോൾ, നമ്മുടെ ഓട്ടം, നമ്മുടെ സ്ഥിരതയോടെ ഓടിയാൽ നമുക്ക് ലഭിക്കേണ്ടത് ആ നിത്യതയാണ്. നമ്മൾ ഈ ലോകത്തിൽ അധ്വാനിച്ചതും ഓടിയതും ഒന്നും വൃഥാവായി പോകാതിരിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. എന്നാൽ കർത്താവ് വചനത്തിലൂടെ അതിനെ ഓവർകം ചെയ്തു. ഇന്ന് നമ്മൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും അത് നമ്മളെ തളർത്തുവാനല്ല, അതിനെ നമ്മൾ നേരിടുന്നത് ദൈവവചനത്തിലൂടെ ജീവനും ചൈതന്യവും തരുന്ന ഇരുവാഴത്തലയുള്ള വാലിനേക്കാളും മൂർച്ചയേറിയതായ ആ വചനമാണ്. ആ വചനം നമ്മളെ ജയോത്സവമായി നടത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ആ കർത്താവിൽ തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ആ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. വിശ്വാസത്തിന്റെ പരിശോധനയെ ബൈബിൾ കമ്പയർ ചെയ്യുന്നത് തീയിൽ കൂടി പോകുന്ന ഒരു പൊന്നിനോടാണ്. ഒരു വില കൂടിയ പൊന്ന് ഷോപ്പിൽ കാണാൻ കഴിയും, പക്ഷേ അതിന്റെ പുറകിൽ ഒരു വലിയ പ്രോസസ്സിംഗ് ഉണ്ട്. അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. ആ തട്ടാനോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ
ഈ പൊന്ന് എങ്ങനെയാണ് ഇത്രയും മനോഹരമായ ഒരു വസ്തുവായി തീർന്നത് എന്ന് ചോദിച്ചാൽ തട്ടാൻ പറയും. അനേക ദിവസങ്ങള്, മണിക്കൂറുകള് ഇതിനോട് കൂടെ ഇരുന്ന് ആ പൊന്നിനെ തീയിലൂടെ കിടത്തിവിട്ട് അതിന്റെ കീടങ്ങളെ എല്ലാം നശിപ്പിക്കുന്നു. ആ തട്ടാന് അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ആ തീയിൽ കൂടി കിടത്തിവിടുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും അവിടെ പിടിച്ചു നിന്ന് ആ പൊന്നിനെ നല്ലൊരു പൊന്നാക്കി തീർക്കണമെങ്കിൽ അത് ചെയ്തേ മതിയാവൂ. എല്ലാം കളഞ്ഞ് അത് മനോഹര ഒരു ഗോൾഡായി തീരണമെങ്കിൽ ആ കീടങ്ങളെല്ലാം കളയണം. ഇതുപോലെയാണ് ഒരു ദൈവ പൈതലിനെ മോൾഡ് ചെയ്തെടുക്കുന്നത്. ചിലപ്പോൾ പരിശോധന അതികഠിനമായിരിക്കാം, എന്നാൽ എന്റെ കൃപ നിനക്ക് മതി എന്ന് ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. പലപ്പോഴും ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ അതികഠിനമായിരിക്കാം, വേദനകൾ അതികഠിനമായിരിക്കാം. പക്ഷേ അതിനെ തരണം ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപയാണ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായത്. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ക്രിസ്തുവാണ്. നമ്മളെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി വിലയേറിയ വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്നത് നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. അതുകൊണ്ട് നമ്മൾ ചെറിയവരല്ല, നമ്മൾ ഏറ്റവും വിലയേറിയ മുത്താണ്. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ വലിയൊരു മുത്താണെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ടെങ്കിൽ കർത്താവ് ആ മോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന് താഴ്ന്നിരിപ്പാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുപോലെ വിശ്വാസത്തിന്റെ പരിശോധനയുടെ അവസാനത്തെ റിസൾട്ട് ആത്മാവിന്റെ രക്ഷയാണ്. നമ്മളെ ആ വീണ്ടെടുത്തിരിക്കുന്ന ആ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ആത്മരക്ഷ കർത്താവിനാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ആത്മരക്ഷ കർത്താവിൽ തന്നെ നമ്മൾ ആശ്രയിച്ചാൽ മാത്രമേ ആ രക്ഷ നമുക്ക് അവസാനം വരെയും അത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെയും നമ്മൾ നിൽക്കുകയാണെങ്കിൽ കർത്താവിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കും. ഈ യോർദാൻ തീരം കിടക്കുന്നവരെ നമ്മൾ വിശ്വാസത്തിൽ പതറാതെ അതിൽ ഓരോ ദിവസവും മുന്നേറുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് പറയുവാൻ കർത്താവിന്റെ ദാസിയുണ്ട്. അതുപോലെ സിംഗേഴ്സായിട്ട് അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസിമാരുണ്ട്. അവർ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇതിന് പുറമെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം സ്തോത്രം. സ്വർഗീയ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു രാത്രികാലം കർത്താവെ ഞങ്ങൾക്ക് ദാനമായി തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ഒരു ദിവസം കൂടെ കർത്താവെ ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ. ദൈവത്തിന്റെ വിലയേറിയ മുത്തുകളാക്കി ഞങ്ങളെ ഓരോ ദിവസവും കർത്താവ് നടത്തുന്ന വഴികൾക്കായി സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഈ ദേശത്തായിരിക്കുന്നത് കർത്താവിന്റെ കൃപയാണ്, കർത്താവിന്റെ കരുണയാണ്, കർത്താവിന്റെ ദയയാണ്. കഴിഞ്ഞ നാള് ഞങ്ങളെ നടത്തിയ വഴികളെ, നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്റെ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതിയെ പോലെ എന്റെ നാവിന്മേലിരിക്കും. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ കരമാണ് ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമായി ചലിക്കുന്നത്. കർത്താവ്, ഞങ്ങളുടെ അവസ്ഥകൾ കർത്താവെ അങ്ങ് അറിയുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവെ, പ്രത്യേക കൊറോണ വൈറസായി കടന്നു പോകുന്ന കർത്താവെ, ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കർത്താവെ വിടുതലായി കർത്താവെ ഓരോരുത്തരെയും വിടുവിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനുഷ്യ ശക്തികൾക്ക് കഴിയില്ല കർത്താവെ, ദൈവത്തിന്റെ കരം കർത്താവെ കർത്താവെ ഞങ്ങളോട് കൂടെ ഇരിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദേശത്ത് സൗഖ്യം വരുത്തി കർത്താവെ ഞങ്ങൾക്ക് നല്ലൊരു കർത്താവെ കാലയളവ് ഞങ്ങൾക്ക് നൽകുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേക കർത്താവെ പാരാമെഡിക്കൽ സ്റ്റാഫ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരങ്ങളോട് കൂടെ ഇരിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരനർത്ഥവും ഭവിക്കില്ല, ഒരു ബാധയുടെ കൂടാരത്തിൽ അടിക്കില്ല. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവെ, തന്റെ തോളുകൾ നിന്നെ മറയ്ക്കും. കർത്താവെ, അവരെ പ്രൊട്ടക്ട് ചെയ്ത് കർത്താവെ അവരുടെ കർത്താവെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുവാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേക കർത്താവെ, ഇതുമൂലം കർത്താവെ കർത്താവെ ലോകം മാറ്റപ്പെട്ടു. അവരുടെ കർത്താവെ ഫാമിലിയെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് ആശ്വാസവും സമാധാനവും കർത്താവെ അങ്ങ് കൽപ്പിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദിവ്യ സമാധാനത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം സൗന്ദര്യമായ കർത്താവെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവെ, ഈ ദേശത്തിനെ അനുഗ്രഹിക്കുമാണമേ, ഇവിടുത്തെ ഭരണാധികാരികളെ അനുഗ്രഹിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേക കർത്താവെ അലഹോപ്പിന്റെ കർത്താവ് പ്രവർത്തനങ്ങളെ നീ അനുഗ്രഹിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിലൂടെ കർത്താവെ അനേക കർത്താവെ കർത്താവെ വിടുവിക്കപ്പെടുവാൻ കർത്താവെ അനുഗ്രഹമായി ചേരുവാനും കർത്താവെ കർത്താവെ ആശ്വാസമാക്കി തീർക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് പറയുവാൻ നിന്റെ ദാസിയെ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ കർത്താവ്
കേട്ടതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ യാചന കേട്ടതിനായി സ്തോത്രം കർത്താവേ. നിങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടെടുക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ COVID-19 എന്ന മഹാമാരിയാൽ പ്രയാസം അനുഭവിക്കുന്ന ഈ ഒരു സമയത്ത് കർത്താവ് നമ്മളെ ഇത്രത്തോളം അനുഗ്രഹമായ ഇടപെടങ്ങളായി പരിപാലിക്കുന്നവൻ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹലോ ഹോപ്പിന്റെ ഇങ്ങനെ ഒരു സംരംഭം ദൈവം ഒരുക്കി തന്നവൻ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അനേക ലൈവ് മെസ്സേജുകൾ കേൾക്കുവാനും ബലപ്പെടുവാനും കർത്താവിൽ ബലപ്പെടുവാൻ ദൈവം നമുക്ക് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. ദൈവനാമത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഒരു ഗാനം പാടാം. സമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഗതസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ.
പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നാം എല്ലാവരും ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തു നിന്നും ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവമക്കളായി നമുക്ക് ആശങ്കപ്പെടേണ്ടതില്ല. ദൈവം അറിയാതെയല്ല, അനുവദിക്കാതെയല്ല ഒന്നുമെന്നറിഞ്ഞ് ധൈര്യമായിരിക്കാം. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാനിടയാകേണ്ടതിന് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവകരുണയിൽ ശരണപ്പെട്ട് മുമ്പോട്ട് പോകാം. കഷ്ടതയുടെ നടുവിൽ അനേക ദൈവജനങ്ങൾ എഴുതിയ, പാടിയ പാട്ടുകൾ, കവിതകൾ നമ്മെയും ഇന്നും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ നിലയിൽ ഒരു പ്രിയ ജ്യേഷ്ഠ സഹോദരി എഴുതിയ ഒരു കവിതയാണ് ഞാൻ ഇന്ന് പാടാൻ ആഗ്രഹിക്കുന്നത്. മനമ ബ്രദറൻ അസംബ്ലിയിലെ മിസസ് ലിസി ജെയിംസ്, ഞങ്ങൾ ലിസി ആൻറ്റി എന്ന് വിളിക്കുന്ന പ്രിയ ആൻറ്റിയാണ് ഈ കവിത എഴുതിയത്. കവിതയുടെ പേര് ദൈവകരുണ. പകരുന്ന വ്യാധികൾ ഏറെയുണ്ടെങ്കിലും ആശങ്കലേശവും വേണ്ടതില്ല. വ്യാധി തടുത്തിടാൻ കേൾപ്പുള്ള തമ്പുരാൻ നമ്മോടു കൂടെയുണ്ടോർമ്മ വേണം. തന്നെ താൻ താഴ്ത്തി നാം ഏറ്റു പറഞ്ഞിടാം, മനവും തിരിഞ്ഞുണർന്നിരിക്കാം. പാപം നിറഞ്ഞിടും ജീവിതം മാറ്റിടാം, ദൈവമുഖത്തേക്ക് ഉറ്റുനോക്കാം. ബാധകളൊന്നുമേ നിന്നോടടുക്കില്ല, അനർത്ഥങ്ങളൊന്നും ഭവിക്കയില്ല എന്നുള്ള വാഗ്ദത്തം മുറുകെ പിടിച്ചിടാം, ദൈവകരുണയിൽ ആശ്രയിക്കാം. നിന്റെ വശങ്ങളിൽ 1000 വീണാലും വലത്തായി 10,000 നിന്നോടടുക്കില്ല നിശ്ചയമായിട്ടും വാഗ്ദത്തം ചെയ്തവൻ മാറുകില്ല. നമ്മുടെ കർത്താവ് വീണ്ടും വരാറായി, പ്രത്യാശയോടെ നാം കാത്തിരിക്കാം. ജീവിതം ശുദ്ധമായി കാത്തു സൂക്ഷിച്ചിടാം, പ്രാർത്ഥനയാലെന്നും ജാഗരിക്കാം. സ്വർഗപിതാവിൻ്റെ മറവിൽ വസിച്ചിടാം, കാൽക്കല്ലിൽ തട്ടാതെ സൂക്ഷിക്കും താൻ. എല്ലാ വഴിയിലും കാവലായി ദൂതരും കൈകളിൽ നമ്മെ വഹിച്ചുകൊള്ളും. ഭയം വേണ്ട തെല്ലുമേ എന്നുര ചെയ്തവൻ കൂടെയുണ്ടെപ്പോഴും ഓർത്തുകൊള്ളുക. സർവത്തിൻ ശക്തനാം യാഹെന്ന പാറയിൽ കരുണയ്ക്കായി കേണിടാം ഒന്നാകെ നാം. സർവത്തിൻ ശക്തനാം യാഹെന്ന പാറയിൽ കരുണയ്ക്കായി കേണിടാം ഒന്നാകെ നാം. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വി ആർ ഓൾ ഗോയിങ് ത്രൂ എ വെരി ഡിഫിക്കൽട്ട് ആൻഡ് എ ചാലഞ്ചിങ് ടൈം. Something that we have never experienced before. There is fear, insecurity, uncertainty all around. But as God's children, how are we responding to this crisis? Are you responding with faith or are you responding in fear? That is my small message to the sisters today. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് അറിയാതെ നമുക്കൊന്നും സംഭവിക്കുന്നില്ല. He is in control of everything in our life. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ കർത്താവിനോട് ചോദിക്കാം, ലോർഡ്, what do you want me to learn from this crisis? കർത്താവെ, നീ എന്താണ് ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? ഈ ക്രൈസിസിൽ കൂടി എന്നെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ലെസൺസ് എന്താണ് കർത്താവെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കും. He will show it to us and he will bless us.
So today I want to tell you some of the lessons that this coronavirus അല്ലെങ്കിൽ this COVID-19 is trying to teach us. ഒന്നാമത്, our fragility. The global crisis is teaching us how weak we are. Human beings are weak and they are frail. In Psalms 103 verse 15 and 16 we read, "Life of man is like grass. They flourish like a flower of the field. The wind blows over it and it is gone, and its place remembers it no more." മനുഷ്യന്റെ ആയുസ് ഒരു പുല്ല് പോലെ എന്നാണ് നമ്മൾ വായിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? That we should not take our life for granted. Our lives are very precious and it's incredibly fragile. So we should have an attitude like Moses had in Psalms 90. What does it say? Teach us to number our days that we may gain a heart of wisdom. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിൽ we will be humble and we will be grateful also. Remember, സഹോദരിമാരെ, we are weak but we are strong in the Lord. രണ്ടാമത്, കൊറോണ വൈറസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ആ ഈക്വാളിറ്റി. The virus does not respect any boundaries, national borders, ഒന്നുമില്ല. It is everywhere, all over the world. അതിന് റിച്ച് എന്നില്ല, പുവർ എന്നില്ല, ഫീമെയിൽ എന്നില്ല, മെയിൽ എന്നില്ല, ബ്ലാക്ക് എന്നില്ല, വൈറ്റ് എന്നില്ല. It's everywhere. Everybody is affected by this infection. In the eyes of the world, we are all different. ഈ ഡിഫറൻസ് ഉണ്ടാക്കിയത് മനുഷ്യനാണ്. The groups are made by man. But in the eyes of the virus, we are just the same. Isn't it true? We are all members of the great human family, created in the image of God. This virus is teaching us about equality. നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ച കാര്യം, we are all equal. അല്ലേ? In our sufferings, we are the same. In the pain of losing our dear ones, we are the same. The pain of being excluded, isolated, അല്ലെങ്കിൽ loneliness, we are the same. നമ്മുടെ കർത്താവ് John 3:16 we read, God so loved the world. നമ്മുടെ കർത്താവ് എല്ലാവരെയുമാണ് സ്നേഹിച്ചത്. He came to this universe and he died on this cross of Calvary for every human being. He loved each and every one of you. We read in the word, it is very clear telling us that all men are created equal and every single person can be a child of God receiving the full inheritance of heaven. Yes, that is our Lord's teaching. മൂന്നാമത്, ഈ കൊറോണ വൈറസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ലെസൺ, our loss of control. Man loves to be in control. That is his nature. Because of the technology, because of the inventions, man can control his life to a certain extent. With a click of an app, he controls so many things of his life. Sitting in one place, he is able to do many things. So this technology-driven life man was leading, and suddenly COVID-19 virus has suddenly popped up, revealing that this sense of control that man had is an illusion or a bubble. The reality is we are not really in control. നമ്മൾ ടിവിയിലൊക്കെ കാണുന്നത് പോലെ എല്ലാ ഇപ്പോഴത്തെ ഇൻഫെക്ഷൻ ഒന്ന് നോക്കിക്കേ, every country, each and every country is putting every might to contain this virus. But have we succeeded in doing so? Hardly. God is sovereign over all circumstances. He controls everything. Our security in times of turmoil is found in God and God alone. നാലാമത് നമ്മളെ ഇത് പഠിപ്പിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ലെസൺ, our need of God and our need to pray. In the midst of this global crisis, we can also, this man is weak, man is frail എന്ന് നമ്മൾ കണ്ടു, but we can make a difference. There is something we can do. We can cry out to our Father in heaven and we can pray. Very powerful thing to do. We can pray. നമ്മുടെ കരുണയും കൃപയും നിറഞ്ഞ കർത്താവിനോട് നമുക്ക് യാചിക്കുവാൻ സാധിക്കും. നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ഹൗ ഇസ് അവർ പ്രെയർ ലൈഫ്, സഹോദരിമാരെ? അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ലോക്ക്ഡൌൺ, God has given us time. So there is plenty of time. We are sitting at home. We can pray. How is our prayer life? The crisis is teaching us what is important in life and what is vanity.
It is helping us to distinguish between what is meaningful and what is meaningless. നമ്മൾ ഈ ലോക്ക്ഡൌണിന് മുമ്പേ we had plenty of time, but we have wasted so much of time doing useless things. നമ്മൾ പല കാര്യങ്ങളും മീനിങ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സമയങ്ങൾ വ്യർത്ഥമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ക്രൈസിസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, we need to do more of a meaningful thing. നമ്മുടെ ഇന്നർ മാനിനെ ബലപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാൻ, ലൈക്ക് സിറ്റിംഗ് ബിഫോർ ദ വേർഡ് ഓഫ് ഗോഡ്, സ്റ്റഡിയിങ് ദ വേർഡ് ഓഫ് ഗോഡ്, സിറ്റിംഗ് അറ്റ് ദ ലോർഡ്സ് ഫീറ്റ്, ലിസണിംഗ് ടു ഹിം, praying, spending time in prayer. These are all meaningful things that we can do during the lockdown. നമ്മൾ ബൈബിളിൽ മേരി മാർത്തയെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, മേരി സാറ്റ് അറ്റ് ദ ലോർഡ്സ് ഫീറ്റ്, ബട്ട് മാർത്ത വാസ് ബിസി. ആൻഡ് വെൻ മാർത്ത വാസ് ബിസി, ഷി കംപ്ലെയിൻഡ് ടു our Lord that Mary is not helping her. How did our Lord respond to her complaint? നമ്മുടെ കർത്താവ് അന്നേരം എന്തുവാ പറഞ്ഞേ? മാർത്തേ, നീ പലതിനെ കുറിച്ചും വിചാരപ്പെടുന്നു, എന്നാൽ മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു. This incident is teaching us that prayer and sitting at the Lord's feet is a very, very important thing to do. Our Lord wants us to do that. സഹോദരിമാരെ, how is your prayer life? How do you have an appointment with God every day? How is your quiet time? Do you enjoy sitting at the Lord's feet? Do you enjoy the fellowship with Him? How is your prayer time? This is the time. ഈ ലോക്ക്ഡൌണിന്റെ ടൈമിൽ നമുക്ക് ഇരുന്ന് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട് എന്ന് ശോധന ചെയ്ത് നമുക്കത് സ്ട്രെങ്തൻ ചെയ്യാം. This is the best time to do so. The fifth point, the fifth thing that this coronavirus അല്ലെങ്കിൽ this pandemic is teaching us is the difference between fear and faith. What is your reaction to this crisis? It's easy to be gripped with fear. It's easy to see coronavirus everywhere. എവിടെ നോക്കിയാലും നമുക്ക് തോന്നുക ഇപ്പം ആ ഇൻഫെക്ഷൻ നമ്മളെ കയറി പിടിക്കും. It is going to infect us. ആ പേടി നമ്മളെ എപ്പോഴും there is a fear. We can panic very easily. But this crisis is challenging us to react in a different way, with faith and not with fear. Faith in Lord Jesus Christ, the Good Shepherd, who is also the resurrection and life. He gives us a blessed and living hope. I want to show you a character from the Bible, a woman who responded with faith at the time of crisis. That's an example I want to show you. That is Jochebed, mother of Moses. Moshe's amma. Mother of Moses is famous in the eyes of God, not because she bore baby Moses, but because of her faith. She lived during the time when the people of Israel were going through difficult time. They were going through a very tough time at the land of Egypt. And that was a time when king had passed a decree that all the male babies born during that time should be killed. ആ സമയത്താണ് Jochebed gave birth to baby Moses. This was the most difficult time for her. She was a human being, a woman, a mother, just like you and me. She had the feelings just like you and me. Huge problem in front of her. Her baby's life was in danger. But she did not cry and she did not panic at that time. Instead of manifesting fear and despair, she seemed to have confidence and hope. സഹോദരിമാരെ, I want to ask you, ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ ജോക്കബത്തിന് ഈ കോൺഫിഡൻസും ഹോപ്പും എവിടെ നിന്ന് വന്നു? ഹൗ ഡിഡ് ഷീ റെസ്പോണ്ട് വിത്ത് ഹോപ്പ് ആൻഡ് കോൺഫിഡൻസ്? യെസ്, ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ പ്രോമിസ് ഓഫ് ഗോഡ് ഇൻ ഹൂം ഷീ ഹാഡ് കംപ്ലീറ്റ് ഫെയ്ത്ത്. ഫോർ Jochebed, the God of Israel, the living God, was more real than king of Egypt, telling a Pharaoh. She believed that her God, in whom she had put the complete trust, was more powerful and more great than the problem that she had to face. And she believed that the children of Israel would never perish, because if they perish, it would be denying the very promise of God. She believed that God would preserve Moses and use him for his purpose. This great faith that she had inside, this drove her to act. What did she do? She hid the baby for 3 months in her house.
And we read in Hebrews chapter 11:23 that by faith, parents of Moses hid Moses in the house, not fearing the decree of the king. അതവർ ചെയ്തത് ഭയപ്പെട്ടല്ല ആ കുഞ്ഞിനെ അവിടെ പാത്തു വെച്ചത്. They did it by faith. വിശ്വാസത്താൽ എന്ന് നമ്മൾ വായിക്കുന്നു. Jochebed had abiding faith in the trustworthiness of God's word that it drove her to act. She did not sit down and brood over the situation and cry. She did what she could with faith. God responded to the faith of a mother, and God did the rest. Moses was saved from the crisis. And remember, Sahodrimare, genuine faith has rewards. In Hebrews 11:6 we read, without faith it is impossible to please God. Sisters, during the lockdown, we need not fear and panic, but we need to act like Jochebed with faith in our Lord. What can we do? You have your children with you, families with you. You can engage your children to strengthen their faith. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിങ്ങൾക്ക് സമയമുണ്ട്. കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. Every mother can become a Sunday school teacher for the child. You can plan, you can have an action plan. Every day, what I am going to teach my children. You can teach them songs. You can teach them memory verse. Remember, the memory verse that you teach them at this age, they will never ever forget. Yeah, you can tell them stories from the Bible and let it be an enjoyable experience for the children. And the children will learn and their faith will be strengthened. And they will have a beautiful time with you, because they would love it, because it is their mommy teaching them. So plan your action plan. Every day you plan what you are going to do for your children, and this will strengthen their faith. രണ്ടാമത് സഹോദരിമാർക്ക് ചെയ്യാവുന്നത്, bring in discipline in your family prayer. നമ്മുടെ കുടുംബ പ്രാർത്ഥന നമുക്ക് it can be made more meaningful. നമ്മൾ പലപ്പോഴും കംപ്ലൈന്റ് ചെയ്തിട്ടില്ലേ, നമുക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ല. We have no time to sit at the Lord's feet. Children have got exams every day, they have tuition and all that. Now there's nothing. We have so much of time. We are all sitting at home. The family is with you. You can make this family prayer a beautiful thing. You can sit together and sing songs praising God and lifting up His name. And the family prayer can be made interesting, where children will have discussion. You will have a Bible quiz. You can make it more interesting for the children. The family prayer. And these are the areas that you can, spend quality time with your family. Our Lord is going to reward you, sisters. Every single thing that you do for your family and for your children will be rewarded in future. Remember that. As I conclude, I want you to read a verse from Psalms 46:1. This verse can stabilize our heart. Psalms 46:1 is something which is very familiar to all of us. God is our refuge and strength, a very present help in trouble. He is a very present help in the middle of this pandemic. He is our fortress. We can lean on Him. He alone can give us stability, comfort, and peace in the midst of the crisis. Sisters, I want to tell you a truth before I conclude. A secure life is not the one without any problem or without any challenges. Secure life is the one that is grounded on God, founded on God, and tethered to God. So let's look up to Him, cleave to Him, love Him, and trust Him completely, because He is a covenant-keeping God. He will never change. He is always with us in the midst of all our trouble. We are never, never alone. So, dear sisters, be strong, be safe, and God bless you. Thank you for listening to me. Praise the Lord. യഹോവ ഭവനം പണിയാതിരുന്നാൽ
യഹോവനഗരം കാത്തിടകെ കാവൽക്കാർ ജാഗരിക്കുന്നു വൃഥാ. യഹോവഭവനം പണിയാതിരുന്നാൽ പണിയുന്നോരധ്വാനിക്കുന്നു വൃഥാ. യഹോവനഗരം കാത്തിടകെ കാവൽക്കാർ ജാഗരിക്കുന്നു വൃഥാ. യഹോവഭവനം പണിയാതിരുന്നാൽ പണിയുന്നോരധ്വാനിക്കുന്നു വൃഥാ. യഹോവനഗരം കാത്തിടകെ കാവൽക്കാർ ജാഗരിക്കുന്നു വൃഥാ. യൂഥാവിൻ കൈയിലെ അസ്ത്രങ്ങളോ യൗവനകാലത്തെ മക്കളെല്ലാം. യൂഥാവിൻ കൈയിലെ അസ്ത്രങ്ങളോ യൗവനകാലത്തെ മക്കളെല്ലാം. അവ കൊണ്ടു തങ്ങളുടെ ആവനായി നിറയ്ക്കുന്ന മാനവൻ ഭാഗ്യവാനാ. യഹോവഭവനം പണിയാതിരുന്നാൽ പണിയുന്നോരധ്വാനിക്കുന്നു വൃഥാ. യഹോവനഗരം കാത്തിടകെ കാവൽക്കാർ ജാഗരിക്കുന്നു വൃഥാ. യഹോവഭവനം പണിയാതിരുന്നാൽ പണിയുന്നോരധ്വാനിക്കുന്നു വൃഥാ. യഹോവ